ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം ചാക്കിലാക്കി പുഴയിൽ താഴ്ത്തിയ പ്രതിയായ ഭർത്താവിനെ സംഭവസ്ഥലത്തെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി. ഞായറാഴ്ച രാവിലെ 7 മണിയോടെയാണ് പ്രതിയെ പടിഞ്ഞാറേക്കരയിലെത്തിച്ചത്. വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതിയെ വീട്ടിലും മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തും എത്തിച്ച തെളിവെടുപ്പ് നടത്തിയത്. പ്രതിക്ക് നേരെ ശക്തമായ ജനരോഷം ഉയർന്നിരുന്നു. തിരൂർ സിഐ ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത്. ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം ചാക്കിൽ കെട്ടി പുഴയിൽ താഴ്ത്തിയ സംഭവത്തിൽ പോലീസ് പിടിയിലായ ഭർത്താവ് പടിഞ്ഞാറക്കര അമ്പലപ്പടി അണ്ടിപ്പാട്ട് ഹുസൈനെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഏത് കാലത്തിറങ്ങി അന്നിന്റെ നായ പെങ്ങളെ അന്ന് വിടാൻ നായ ജയിലിൽ കാലത്ത് ഇറങ്ങി എന്നെ പള്ളക്ക് ഞാൻ കേട്ടു കൊല്ലുന്നായ മോനെ പേരുണ്ട് എനിക്കെന്താ ഉമ്മളാ പേരുണ്ട് നായ മോനെ അഞ്ചന്മാരും ജയിലിൽ കാലത്ത് പണിയോടാ നായ ഞങ്ങൾ പറഞ്ഞിട്ടൊക്കെ നമ്മൾ സഹകരിക്കണം കേട്ടോ. അത് മനസ്സിലാക്കി സഹകരിച്ചിട്ടില്ലേ ഞങ്ങൾ പഠിക്കുകയും ചെയ്യും കേട്ടോ. ഞായറാഴ്ച രാവിലെ 7 മണിയോടെയാണ് തിരൂർ സിഐ ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയുമായി പടിഞ്ഞാറക്കരയിലെത്തിയത്. പ്രതിയെ ആദ്യം തെളിവെടുപ്പിനായി കൊലപാതകം നടന്ന കടലോരത്തും പിന്നീട് മൃതദേഹം പുഴയിൽ തള്ളിയെന്ന് പറയുന്ന പുഴയോരത്തും എത്തിച്ചു. ചാടിക്ക വണ്ടി ഇഷ്ടം പോലെ ഞങ്ങൾ ഈ ബോളെ പൊട്ടി വരക്കും. വരച്ചിട്ട് ഞങ്ങൾ എടുക്കുള്ളൂ. തുടർന്ന് പ്രതിയുടെ വീട്ടിലും തെളിവെടുപ്പിനായി എത്തിച്ചു. ജനരോഷം ഭയന്ന വൻ പോലീസ് സന്നാഹമാണ് എത്തിയിരുന്നെങ്കിലും പ്രതിയെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമവും ഉണ്ടായി. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 1:00-ഓടെയാണ് സംഭവം നടന്നത്. മത്സ്യത്തൊഴിലാളിയായ ഹുസൈൻ കടപ്പുറത്ത് മീൻ വാരിയെടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ഭാര്യ ഫൗസിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയത്. അവിടെ എത്തിയ ഉടൻ ഫൗസിയയുടെ ഷാൾ കഴുത്തിൽ മുറുക്കുകയായിരുന്നു. ഫൗസിയ നിലവിളിച്ചപ്പോൾ വായ പൊത്തിപ്പിടിക്കുകയും തുടർന്ന് ദേഹത്ത് കയറിയിരുന്ന് ഷാൾ മുറുക്കുകയും ചെയ്തു. മരണം ഉറപ്പാക്കിയ ശേഷം സമീപത്തുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ചാക്കിൽ മൃതദേഹം കയറ്റി. തുടർന്ന് മൃതദേഹമടങ്ങിയ ചാക്ക് തോളിലേറ്റി കടപ്പുറത്തുനിന്ന് 3/4 കിലോമീറ്ററോളം അകലെയുള്ള തിരൂർ പുഴയോരത്തെത്തി. ജെട്ടിയിലുണ്ടായിരുന്ന വള്ളത്തിന്റെ നങ്കൂരം വലിച്ചെടുത്ത് ചാക്കിൽ കെട്ടി പുഴയിൽ താഴ്ത്തുകയായിരുന്നു. തുടർന്ന് ഇയാൾ കണ്ണൂരിലേക്ക് കടന്നു. തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം തിരുപ്പൂക്കയിൽ വെച്ച ബസ്സിൽ നിന്നും ഇയാളെ ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്.